കത്തോലിക്കൻ സഭയുടെ 267-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 മാർപ്പാപ്പ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചില അപൂർവതകൾ, ചില അത്ഭുതം ജനിപ്പിക്കുന്ന ചില കോയിൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള ചില നാഴികക്കല്ലുകൾ സഭയിലെ ചില സുപ്രധാനമായിട്ടുള്ള തിരുനാൾ ദിനങ്ങളിലാണ് സംഭവിച്ചത്. അതിനേക്കാളൊക്കെ ഉപരി പ്രത്യേകം എടുത്തു പറയേണ്ടത് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള ചില നാഴികക്കല്ലുകൾ, ചില വഴിത്തിരിവുകളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അദ്ദേഹം ജനിച്ചത് 1955 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ്. സെപ്റ്റംബർ 14 നമുക്കറിയാവുന്നതുപോലെ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. പിന്നീട് അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലാണ് ചേർന്നത്. അദ്ദേഹം ചേർന്ന അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൻ്റെ ആ ഒരു പ്രൊവിൻസിൻ്റെ പേര്, ചിക്കാഗോയിലുള്ള പ്രൊവിൻസിലാണ് അദ്ദേഹം ചേർന്നത്. ആ പ്രൊവിൻസിൻ്റെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല സുപ്രധാനമായിട്ടുള്ള സംഭവങ്ങളും പല ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ ഒരു നാമവുമായി ബന്ധപ്പെട്ടാണ് നടന്നിട്ടുള്ളത്. 1982 ജൂൺ മാസം 19-ാം തീയതിയാണ് ലിയോ 14 മാർപ്പാപ്പ പൗരോഹിത്യപട്ടം സ്വീകരിച്ചത്. ആർച്ച് ബിഷപ്പ് ജീൻ ജഡോത്തിൽ നിന്നാണ് അദ്ദേഹം പൗരോഹിത്യപട്ടം സ്വീകരിച്ചത്. ആ ജൂൺ 19 ആ ഒരു തീയതിക്കും മാതാവിൻ്റെ തിരുനാളുമായി ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതായത് മാതാവിൻ്റെ മോണ്ടെ സെനാരിയോ മാതാവിൻ്റെ, അവർ ലേഡി ഓഫ് മോണ്ടെ സെനാരിയോ മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ് ജൂൺ മാസം 19-ാം തീയതി. പിന്നീട് അദ്ദേഹം വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്തു. അടുത്തൊരു സമാനത പരിശുദ്ധ അമ്മയുടെ നാമവുമായി ബന്ധപ്പെട്ട്, ആ മരിയ ഭക്തിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമാനത നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അദ്ദേഹം 1988 മുതൽ 99 വരെ അദ്ദേഹത്തിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട ആ ഒരു പള്ളിയുടെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി മദർ ഓഫ് ദി ചർച്ച് എന്ന ആ ഒരു പള്ളിയാണ് അദ്ദേഹത്തിന് 1988 മുതൽ 99 വരെയുള്ള കാലയളവിൽ ഭരമേൽപ്പിക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം അവർ ലേഡി ഓഫ് മോൺസെറാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇടവകയുടെ പാരിഷ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് 1992 മുതൽ 99 വരെ അദ്ദേഹം സേവനം ചെയ്യുകയുണ്ടായി. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ എൻ്റെ പുറകിൽ കാണുന്ന വത്തിക്കാൻ ബസിലിക്കയുടെ ആ സെൻട്രൽ ബാൽക്കണിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ ഒരു പ്രാർത്ഥനയായിരുന്നു. വിശ്വാസികൾ ഒന്നടങ്കം അദ്ദേഹത്തോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പരിശുദ്ധ അമ്മയോടുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലി. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദേശത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനോഹരമായിട്ടുള്ള, വളരെ ഷോർട്ടാണെങ്കിലും ചെറുതാണെങ്കിലും പക്ഷേ ആഴത്തിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം അനുയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇവിടെ തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ആ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കോയിൻസിഡൻസ്. പിന്നീട് അദ്ദേഹം മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് 2014 ഡിസംബർ മാസം 12-ാം തീയതിയാണ്. അത് നമുക്കറിയാം ഗഡുലുപ്പെ മാതാവിൻ്റെ തിരുനാൾ ദിനമാണ്. അപ്പോൾ ഗഡുലുപ്പെ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ അദ്ദേഹം ബിഷപ്പായി മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ ജൂൺ 12-നാണ് അവർ ലേഡി ഓഫ് മോണ്ടെ സെനാരിയോ ആ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിലാണ് അദ്ദേഹം പുരോഹിതനായി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഭരമേൽപ്പിക്കപ്പെട്ട ആ ഒരു ഇടവകൾ, ആ പാരിഷൊക്കെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളതായിരുന്നു. ഒപ്പം തന്നെ 1999 അദ്ദേഹം അഗസ്റ്റീനിയൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ പ്രയോറായി അദ്ദേഹം ചുമതലയേൽക്കുകയുണ്ടായി. ആ അഗസ്റ്റീനിയൻ പ്രൊവിൻസിൻ്റെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ എന്നായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ ഒരു നാമവും മാർപ്പാപ്പയുടെ ജീവിതവും തമ്മിലൊരു അടുത്തൊരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. 2014 ഡിസംബർ മാസം 12-ാം തീയതിയാണ് അദ്ദേഹം ഗഡുലുപ്പെ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മെത്രാഭിഷേക ശുശ്രൂഷകളൊക്കെ നടന്നത് കത്തീഡ്രൽ ഓഫ് സെൻറ്റ് മേരി, പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള കത്തീഡ്രലാണ് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷകളൊക്കെ നടന്നത്. ഏറ്റവും
നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2025 മെയ് മാസം 8-ാം തീയതി. അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പൊമ്പൈ മാതാവിൻ്റെ ആ ഒരു തിരുനാൾ ദിനമാണ് 2025 മെയ് മാസം 8-ാം തീയതി. മെയ് 8 എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് പൊമ്പൈ, ആ മാതാവിൻ്റെ ആ ഒരു തിരുനാൾ ദിനം കൂടിയാണ്. മുഖ്യദൂതനായിട്ടുള്ള മിഖായേൽ മാലാഖയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കോയിൻസിഡൻസ് കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ മെയ് 8 എന്ന് പറയുന്നത് വിശുദ്ധ മിഖായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ സഭ ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് മെയ് 8 എന്ന് പറയുന്നത്. മാത്രമല്ല ലിയോ 13-ാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള ആ ഒരു പ്രാർത്ഥനയൊക്കെ അത് രചിച്ചതും അത് സഭയിൽ പ്രചരിപ്പിച്ചതും. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ലിയോ 14-ാമൻ എന്നൊരു പേര് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ ജീവിതവും ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ നാമവും പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളുമായി ബന്ധപ്പെട്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കോയിൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ മാതാവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പ, നമ്മുടെ പുതിയ മാർപ്പാപ്പ ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാർച്ച് മാസം 3-ാം തീയതി 2025 മാർച്ച് മാസം 3-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആ ഒരു സമയത്ത് മാർച്ച് മാസം 3-ാം തീയതി അദ്ദേഹം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സുപ്രധാനമായിട്ടുള്ള പല തിരുനാളുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള പല ഏടുകളുമായി അത് ചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ അതേ ദിനത്തിൽ തന്നെയാണ് നടന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പല തിരുനാൾ ദിനങ്ങളും നമ്മുടെ ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിലാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യപ്പെട്ട സ്വീകരണം, അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ദിനം, ഏറ്റവും പ്രധാനമായി അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദിനം, ഒപ്പം തന്നെ അദ്ദേഹം സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിച്ചത് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലേക്കാണ്. ആ ഒരു പ്രൊവിൻസ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള പ്രൊവിൻസാണ്. ഒപ്പം അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ഇടവകകൾ അത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷ നടന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ആ ഒരു കത്തീഡ്രലാണ് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷകൾ നടന്നത്. ഒപ്പം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി 2025 മാർച്ച് മാസം 3-ാം തീയതി അദ്ദേഹത്തിന് ജപമാല പ്രാർത്ഥന അത് ലീഡ് ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും ഒടുവിൽ സിസ്റ്റൈൻ ചാപ്പലിൽ അദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം അർപ്പിച്ച ഏറ്റവും ആദ്യത്തെ ആ ഒരു പരിശുദ്ധ കുർബാന മധ്യേ അദ്ദേഹം നൽകിയ വചന സന്ദേശത്തിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. ഒപ്പം ഇന്നലെ അദ്ദേഹം നൽകിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇന്നലെ അദ്ദേഹം നൽകിയ ആ ഒരു സന്ദേശത്തിലും ജപമാല, പ്രത്യേകിച്ച് നന്മ നിറഞ്ഞ മറിയമേ, ആ ഒരു പ്രാർത്ഥന അദ്ദേഹം ചൊല്ലിയിരുന്നു. വിശ്വാസി സമൂഹത്തോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. പൊമ്പൈ മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന് എന്ന്, അതായത് മെയ് മാസം 8-ാം തീയതി പൊമ്പൈ മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ മാർപ്പാപ്പയെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ അദ്ദേഹത്തെ വഴി നടത്തട്ടെ. പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ പരിപൂർണമായും അദ്ദേഹം നിയന്ത്രിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് നമുക്ക് നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ മാർപ്പാപ്പയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ലിയോ 1-ാമൻ മാർപ്പാപ്പയുടെയും ലിയോ 13-ാമൻ മാർപ്പാപ്പയുടെയും അവർ പിന്തുടർന്ന ആ ഒരു ശക്തമായിട്ടുള്ള നിലപാടുകൾ. ലിയോ 13-ാമൻ മാർപ്പാപ്പ നമുക്കറിയാം, ആ ഒരു സോഷ്യൽ ജസ്റ്റിസ്, റേരുറ്റ് നവാലിം പോലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ചാക്രിക ലേഖനം. ഒപ്പം ലിയോ 1-ാമൻ മാർപ്പാപ്പ സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച്, വിശ്വാസ പ്രബോധനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രിസ്റ്റോളജി, ഒപ്പം തന്നെ മാർപ്പാപ്പയുടെ ആ ഒരു അധികാരത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്രബോധനം നൽകിയ വ്യക്തി കൂടിയാണ്. അതിനാൽ അവരുടെയൊക്കെ ആ ഒരു പിന്തുടർച്ച, അവർ എടുത്ത നല്ല നിലപാടുകൾ അത് പിന്തുടർന്നു കൊണ്ടുപോകുവാൻ ലിയോ എന്ന ആ ഒരു പേരിലൂടെ ലിയോ 14-ാമൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ മാർപ്പാപ്പയുടെ ഒപ്പം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ക്യാമറമാൻ ആൽബിൻ വെള്ളാങ്കുഴിക്കൊപ്പം ജോർജി ജോസ്, ഷെക്കേന ന്യൂസ്.